ഇത്തവണ ഹരിപ്പാട്ടെ ജനത ഹരിപ്പാടിനു വേണ്ടി വോട്ട് ചെയ്യുന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നാളിതുവരെ മറ്റു പലവിധങ്ങളായ പരിഗണനകൾ അനുസരിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് തിരികെ കിട്ടിയത് അവഗണനയും അവജ്ഞയും അവർക്ക് ദുരിതവും മാത്രമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഹരിപ്പാട്ടുകാർ സീരിയസ് ആയി ഹരിപ്പാടിനെ പറ്റി ചിന്തിക്കുന്നു, ഭാവി തലമുറയെപ്പറ്റി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വികസന രാഷ്ട്രീയത്തിന്റെ ഭാഗമായ മാറ്റത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മുഴുവൻ ആൾക്കാരും വോട്ട് ചെയ്യും. കനത്ത തോതിലുള്ള പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു തരംഗം ഈ ഹരിപ്പാട് മണ്ഡലത്തിൽ എമ്പാടുമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. ആരാണ് പ്രചരിപ്പിച്ചത് എന്ന് അവർ കണ്ടുപിടിക്കട്ടെ. അല്ല, എന്റെ ചിത്രം ഇപ്പൊ ആർക്കും അവൈലബിൾ ആണല്ലോ. എന്റെ ചിത്രം ഉണ്ടെന്ന് വിചാരിച്ച് ഞാനത് അല്ല, ഞാനും ആ വീഡിയോ കണ്ടിരുന്നു. എന്താണതിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് വ്രണപ്പെടുത്താം, തിരിച്ചു മറുപടി പറഞ്ഞാൽ മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു കാർട്ടൂണിസ്റ്റ് AI സഹായത്തോടുകൂടി ഒരു സറ്റയറായിട്ടൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിലെവിടെയും മതവികാരത്തെ ഞാൻ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ എക്കോ ചെയ്തിട്ടുണ്ട്. അത് ഏതൊരു ആളുടെയും പൗരന്റെയും ധർമ്മമാണ്, കടമയാണ്, അവകാശമാണ്. അതിനകത്ത് ഏതെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ട്, പുള്ളിയുടെ വ്യക്തിപരമായ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹം കോടിക്കണക്കിന് ഹൈന്ദവ സ്ത്രീകളെ അപമാനിച്ചപ്പോൾ പൊട്ടാത്ത വ്രണമൊന്നും ഇപ്പോൾ വ്രണപ്പെട്ടിട്ടില്ല. അന്ന് പൊട്ടി അത്രയും എന്തായാലും ഇപ്പോൾ പൊട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടതെന്നും നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. എന്തായാലും ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ പ്രകാരത്തിലുള്ള എന്തെങ്കിലും വികാരം വ്രണപ്പെടലുണ്ടോ, ഏതെങ്കിലും മതമുണ്ടോ എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അന്ന് നടന്ന വലിയൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു അത്. ആ വിവാദം ഒരു AI സാങ്കേതിക വിദ്യയോടുകൂടി ഒരു സറ്റയറായി ചിത്രീകരിച്ചിരിക്കുന്നു മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ.